ഇവിടെ വിളക്ക് കത്തിക്കുന്ന രൂപത്തെ സംബന്ധിച്ചിടത്തോളം ഈ അൽ മുസ്ലിമൂൻ പത്രമടക്കമുള്ള ചില പത്രങ്ങളിലൊക്കെ അവിടത്തെ സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും വന്നപ്പോ ജിദ്ദയിലെ പണ്ഡിതന്മാര് പ്രതികരിച്ചത് പത്രത്തിൽ ഇവിടുത്തെ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കേട്ടോളൂ. ഉദാഹരണത്തിന് ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ ഒരു ബോക്സ് ന്യൂസിൽ വന്നൊരു വാർത്ത കേൾപ്പിക്കുന്നു. പ്രവാചകന്റെ ഖബറിടത്തിലെ പുതപ്പിലേലം തട്ടിപ്പ് എന്ന ഹെഡിങ്ങോടുകൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ജിദ്ദയിൽ നിന്നാണ് റിപ്പോർട്ടുള്ളത്. പ്രവാചകന്റെയും ഒന്നാം ഖലീഫ അബൂബക്കറിന്റെയും ഖബറിന് മുകളിലെ പുതപ്പ് ജിദ്ദയിൽ ലേലം ചെയ്യുമെന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ഇരു ഹറം പരിപാലന സമിതി വ്യക്തമാക്കി. മക്കത്തെയും മദീനത്തെയും ഹറമുകൾ പരിപാലിക്കുന്ന ആ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ വഞ്ചിക്കാനും പണം തട്ടാനുമുള്ള ദുഷ്പ്രചരണമാണിത്. പ്രവാചകന്റെ ഖബറിടത്തിൽ ഒരു കാലത്തും പുതപ്പുണ്ടായിരുന്നില്ല. ആദ്യകാലം മുതൽ 2 ചുമരുകൾക്കുള്ളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്കും അത് കാണാൻ സാധിക്കില്ല. അത് കെട്ടിപ്പൊക്കുകയോ അതിന്മേൽ കുടീരം നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഭൂമിയുമായി ചേർന്ന് ചരക്കല്ലുകളാൽ നിരപ്പായി കിടക്കുകയാണ്. സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് മക്കയിലും മദീനയിലും പ്രവേശിച്ചത് മുതൽ അവിടുത്തെ എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പ്രസ്താവനയിൽ തുടർന്നു. ഇത് മാധ്യമം പത്രത്തിൽ 2005 ഒക്ടോബർ 11 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഒരു ബോക്സ് ന്യൂസായി വന്ന റിപ്പോർട്ടാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഇനി പിൽക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് റസൂലിന്റെ സഹാബത്തിന്റെ അക്കൗണ്ടിൽ എങ്ങനെയാ രേഖപ്പെടുത്തുന്നത്? ഇമാമിങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെയാ രേഖപ്പെടുത്തപ്പെടുന്നത്? പിൽക്കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ആദരവിന് വേണ്ടി വിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്നാണ്. ആദരവിന് വേണ്ടിയല്ലേ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത്? അപ്പൊ മൂപ്പര് ചോദിക്കുക, പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഇരുട്ടത്തിരിക്കുക. മാത്രല്ല മൂപ്പര് പറഞ്ഞ് അവിടെ വിളക്ക് കത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ അവിടുത്തെ ലൈറ്റ് സ്വിച്ച് ഇടാനേ, മദീനത്തെ പള്ളിയിൽ സ്വിച്ച് ഇടാൻ അവിടെ ജോലിക്കാരുണ്ടല്ലോ. അപ്പൊ അവിടെ വിളക്ക് കത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാ മൂപ്പര് പറയുന്നത്. എന്തിനാണ് ഈ വഞ്ചന? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് എത്ര സ്ഥലത്ത് വിളക്കുകൾ കത്തിക്കുന്നുണ്ട്? എത്രയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ജാറങ്ങളിൽ കാണുന്ന വിളക്കുകളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ. എത്രയെത്ര ദൃശ്യങ്ങളാണ് ഇന്ന് ആളുകൾ ജാറങ്ങളിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ് സുഹൃത്തുക്കളെ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാരെന്താണ് രേഖപ്പെടുത്തിയത്? വിളക്ക് കത്തിക്കാമോ? നിങ്ങൾ കേട്ടോ, വളരെ വലിയ വൻകുറ്റത്തിൽപ്പെട്ടതാണ് ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ. സവാജിറിൽ നമുക്ക് കാണാം, ഇബ്നു ഹജർ ഹൈതമിയുടെ സവാജിറിൽ കാണാം, അൽ കബീറത്തു സാലിസത്തു വത്തിസ്ഊൻ 93ാമത്തെ വൻപാപമായിട്ടുണ്ടെന്നു ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ, ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റൽ. വൈഖാദുസ് സുറുജി അലൈഹാ, അതിന്മേൽ വിളക്ക് കൊളുത്തൽ. വത്തിഹാദുഹാ ഔസാനാ, അവയെ ബിംബങ്ങളായി സ്വീകരിക്കൽ. വത്തവാഫു ബിഹാ, അവയെ തവാഫ് ചെയ്യലും വസ്തിലാമുഹാ, അവയെ വന്ദിക്കലുമൊക്കെ വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ? അത് ശപിക്കപ്പെടുന്ന ഏർപ്പാടല്ലേ? ആദരവിന് വേണ്ടി മക്ബറകളിൽ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം അത് പാടില്ലാത്തതാണ്. മാത്രമല്ല ഇങ്ങനെ അഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അഗ്നി കത്തിക്കുകയും തീ കത്തിക്കുകയും അതുകൊണ്ട് ആളുകളെ ഒഴിയുകയും സ്ത്രീയായാലും വേണ്ടില്ല പുരുഷനായാലും വേണ്ടില്ല ജാറത്തിങ്കൽ പോയിട്ട് ഇങ്ങനെ വിളക്ക് കൊണ്ട് പെണ്ണുങ്ങളെ ഒഴിയുകയും അതുപോലെ തന്നെ തേങ്ങയുടെ മുകളിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അതുകൊണ്ട് പെണ്ണിനെ ഒഴിയുകയും എന്നിട്ട് ആ തേങ്ങ കൊണ്ട് മുട്ടറുക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും നിലവിളക്ക് കൊളുത്തുന്ന രംഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേരളത്തിലെ പല മക്ബറകളിലും കാണാം. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, അത് മദീനത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് ഇസ്ലാമിന്റെ നിയമമല്ലേ? അത് റസൂലുള്ള വിചോദിച്ച സംഗതിയല്ലേ? നിങ്ങൾക്ക് കാണണോ ഈ ദർഗകളിലൊക്കെ നടക്കുന്ന ഏർപ്പാടുകൾ? ഇത് ശപിക്കപ്പെട്ട ഏർപ്പാടല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. بسم الله الرحمن الرحيم. يا جبرائيل يا بقية يا ميكائيل يا بشرائيل يا مجلس يا أحمر يا فرقان يا سمر
يا سبعة يا ميمون يا عباس يا جبرائيل يا رفيعي يا ميكائيل يا بشرائيل يا مدرب يا أحمر يا بركان يا سمرس يا سبعة يا ميمون يا عباس لا أمكرهم رويدا. بسم الله. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل തേങ്ങ പൊട്ടാൻ പോവാണ്. എതിച്ചോളി ഒഴിഞ്ഞ തേങ്ങ പൊട്ടാൻ പോവാണ്. അതാ റെഡിയാണ്. റെഡി 1 2 ആദാ പൊട്ടല്. പൊട്ടി. അടുത്ത മന്ത്രം കണ്ടോ? ആരാ പച്ചന്റെ ഉള്ളിൽ ആരാന്ന് നോക്കിക്കോ, അടിയിൽ നോക്കിക്കോ. കൈയടിക്കരുത്, കൈയടിക്കരുത്. يا جبرائيل يا رفيعي يا ميكائيل يا بشرائيل يا مدرب يا أحمر يا بركان يا سمرس يا زبعة يا من. بسم الله الرحمن الرحيم. إنما تنذر من اتبع ذكر ربك والرحمن الرحيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب. കണ്ടില്ലേ എന്താ ചെല്ലുന്നത്? യാ ബുർക്കായില മിടുക്കായില പുടുക്കായില മീക്കായിൽ വിളിക്കുക. ഇതാ മന്ത്രം. എന്നിട്ട് തേങ്ങ കൊണ്ട് ഇങ്ങനെ യാ ജിബിരിയിൽ യാ മീക്കായില ഇസ്രാഫീല അസ്രായിൽ യാ മുടുക്കായില പുടുക്കായില കിടുക്കായിൽ. കേട്ടില്ലേ നിങ്ങള്?